ഹലോ മക്കൾസ്, നമ്മുടെ ജോഗ്രഫിയിലെ 6th ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഒരു 2 ടോപ്പിക്കുകളുടെ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും, സുസ്ഥിര ഉൽപ്പാദനവും സുസ്ഥിര വികസനവും. അതിൻ്റെ രണ്ടിൻ്റെയും ഗോൾസ്, ലക്ഷ്യങ്ങൾ പഠിച്ചാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കാരണം ഈ ചാപ്റ്റർ പ്രൈസ് ആൻഡ് മാർക്കറ്റ്, വിലയും വിപണിയും എന്നുള്ള ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് പഠിക്കാതെ മക്കളെ പോവരുത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ഉൽപാദനം എന്താണ്, സുസ്ഥിര ഉൽപാദനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയും. എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അതായത് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറയ്ക്കുക. ഒന്നാമത്തെ സംഭവം പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറയ്ക്കുക. രണ്ടാമത്തത് റിന്യൂവബിൾ പോസിബിലിറ്റി, അതായത് പുനരുൽപാദന സാധ്യത പരമാവധി എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ള, പുനരുൽപാദന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടു ഡെലിവർ ഓൾ ദി നെസസറി ഐറ്റംസ് ടു പീപ്പിൾസ് ആസ് മച്ച് പോസിബിൾ ത്രൂ പ്രൊഡക്ഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ്, അതായത് സാധനങ്ങൾ വീണ്ടും റീസൈക്ലിംഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം എനർജി കൺസർവേഷൻ, അതായത് ഊർജ്ജം എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അതാണ് പറഞ്ഞത്, ഊർജ്ജ സംരക്ഷണം പരമാവധി ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ഒക്കെ കൊണ്ടുവരിക. ആൾക്കാരെ മരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇതിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. ഇതാണ് എന്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെ ഗോൾസ്, അല്ലെങ്കിൽ സുസ്ഥിര എന്തെന്ന് പറയാൻ ഡെവലപ്മെൻറ്റ്, അതായത് സുസ്ഥിര ഉൽപ്പാദനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മറ്റേതെന്താ പറഞ്ഞത്, പ്രൊഡക്ഷനാണ്, ഉൽപ്പാദനമാണ്. ഇതെന്താണ്, വികസനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഏത്, സുസ്ഥിര വികസനത്തിൻ്റെ കേട്ടോ. നോ പോവർട്ടി, അതായത് നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. കുറേ ഉണ്ട്, ഒരു 4-5 പഠിച്ചു വെക്കുക. നോ പോവർട്ടി, സീറോ ഹങ്കർ, അതായത് വിശപ്പില്ലാത്ത അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, അതായത് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. പിന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, ബാക്കിയുള്ള ഒരു 5-6 പോയിന്റുകൾ സിമ്പിളായിട്ടുള്ളത് പഠിച്ചു പോയാൽ മതി. ഇത്രയും ഓക്കെയാണ് മക്കളെ, ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. പിന്നെ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സുസ്ഥിര ഉൽപ്പാദനം. അതായത് നമ്മുടെ എൻവിയോൺമെൻറ്റിന്, പ്രകൃതിക്ക് അധികം പ്രത്യാഘാതങ്ങളൊന്നും ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സുസ്ഥിര ഉൽപ്പാദനം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെയാണ്. നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ ഫ്യൂച്ചർ ജനറേഷനും കൂടി നോക്കണം. ഫ്യൂച്ചർ ജനറേഷൻ, അതായത് വരാനുള്ള ഭാവിയെ കൂടി നോക്കണം. എന്നിട്ട് നമ്മളിവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. അതായത് സസ്റ്റൈനബിൾ എന്നാലോചിക്കുമ്പോൾ അപ്പം ആലോചിച്ചാൽ മതി, ഭാവി അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് പ്രകൃതിയെ പ്രത്യാഘാതങ്ങൾ, എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? സെറ്റല്ലേ? അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾ ഓക്കെ അല്ലേ? ഇതെന്ത് ചെയ്യരുത്, ഒരിക്കലും മറന്നു പോവരുത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ, ഹാപ്പി, ഓൾവേസ് ബി ഹാപ്പി. ബൈ.